സർ, ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന അമേരിക്കക്കാരോട് ഉടൻ തന്നെ ഗൾഫ് രാജ്യം വിട്ടു പോകണം എന്നാണ് ഇറാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇറാൻ എന്തെങ്കിലും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആക്രമണം ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അമേരിക്കക്കാരോട് ഉടൻ തന്നെ ഗൾഫ് മേഖല വിട്ടുപോകാൻ ഇറാൻ ഈ രീതിയിൽ ആഹ്വാനം ചെയ്യുന്നത്? യുഎഇയിലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻസിനോട് മാത്രമല്ല ഇറാൻ ഇത്തരത്തിലൊരു വാർണിംഗ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായി ചെയ്ത വാർണിംഗ് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മറ്റു രാജ്യക്കാർ, അതായത് അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരോടും ആ ജോലി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനാണ് ഇറാൻ ഒരു വാർണിംഗ് സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത പലതും അമേരിക്കൻ കമ്പനികളാണ്. ഉദാഹരണം ഞാൻ പറയാം. പെപ്സി അമേരിക്കൻ കമ്പനിയാണ്. നമ്മളിവിടെ ധാരാളമായി ഭക്ഷണം വാങ്ങി കഴിക്കുന്ന KFC അറിയാലോ, കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ, അമേരിക്കൻ കമ്പനിയാണ്. മെക്ഡൊണാൾഡ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് ഇതൊക്കെ അവിടെ ഉണ്ട്, ഇതും അമേരിക്കൻ കമ്പനിയാണ്. പിന്നെ IT മേഖലയിലേക്ക് കടന്നാൽ യാഹു, ഗൂഗിൾ, അങ്ങനെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ ഈ ഗൾഫിലെ അതിൻ്റെ ഓഫീസുകളും പ്രൊഡക്ഷൻ യൂണിറ്റും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അമേരിക്കൻ കമ്പനികളാണ്. പക്ഷെ ഈ കമ്പനികളിലൊന്നും അമേരിക്കക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അതിന്റെ ഹെഡിലോ മാർക്കറ്റിംഗ് ഹെഡിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹെഡിലൊക്കെ അമേരിക്കക്കാർ കാണും. അവിടെ ജോലി ചെയ്യുന്ന അധികവും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ശ്രീലങ്കക്കാരും ഫിലിപ്പൈൻകാരും ആ നാട്ടിലെ അറബികളൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരു 5000 ആള് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50-100 ആളെ അമേരിക്കക്കാരെ കാണാൻ പറ്റൂ, ബാക്കി മുഴുവൻ വേറെ നാട്ടുകാരാണ്. അത് കാരണമാണ് ഇറാൻ ഇങ്ങനെ ഒരു വാർണിംഗ് തന്നിരിക്കുന്നത്. അതായത് ഒരു 5000 ആള് ജോലി ചെയ്യുന്ന ഒരു അമേരിക്കൻ കമ്പനി, അതിലുള്ള ജോലിക്കാരോട് അവിടെ നിന്ന് മാറി നിൽക്കാനാണ് ഇറാന്റെ വാർണിംഗ്. അപ്പൊ ഈ വാർണിംഗ് കൊടുത്തത് എന്തിനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ അവര് ഈ കമ്പനി മിസൈൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.